ഇനി US Weekly Roundup powered by PSG Group of Companies American Kitchen. നമസ്കാരം, അമേരിക്കൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കവിത മമ്മായിൽ തെക്കന്മാർ. ഏഷ്യാനെറ്റ് US വീക്ക്ലി റൗണ്ടപ്പിൻ്റെ പേരിൽ എല്ലാ പ്രേക്ഷകർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് നമ്മളൊരു സ്പെഷ്യൽ പായസം കേക്കാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു 6 ഇഞ്ച് വെനില കേക്ക്, ബട്ടർ ക്രീം. ഇത് സേമിയ പായസമാണ്. പാലും പഞ്ചസാരയിട്ട് നന്നായി കുക്ക് ചെയ്ത് കുറുക്കി ഇതുപോലെ വറ്റിച്ചെടുക്കണം. കുഴഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കേക്കിൽ യൂസ് ചെയ്യുന്നത്. ഈ കേക്കിൻ്റെ ഈ ഡോം ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല, കാരണം ഇത് നമ്മൾ അപ്സൈഡ് ഡൗൺ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ നടുഭാഗത്ത് നമുക്ക് കട്ട് ചെയ്ത് ഫില്ലിങ് വെക്കണം. അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ഈ എഡ്ജസ് ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് ഈവൺ ആക്കി എടുക്കലാണ് നമ്മുടെ ഉദ്ദേശം. ഇത് വളരെ കെയർഫുള്ളായി ചെയ്യേണ്ടത് ഒരു സംഗതിയാണ്, കാരണം കൂടുതൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടാക്കുന്ന കേക്കിൻ്റെ ഷേപ്പ് ആകെ അങ്ങോട്ട് മെസ്റ്റപ്പ് ആവും. അപ്പം നമുക്കൊരു ഈവൺ ആയിട്ടുള്ള എഡ്ജസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുവേ ഒന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു ഹാഫ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ എഡ്ജസിലായിട്ട് നമുക്ക് ബട്ടർ ക്രീം ആഡ് ചെയ്യാം. ഇത് 1:3 റേഷ്യോയിൽ ബട്ടർ ആൻഡ് പൗഡേർഡ് ഷുഗർ യൂസ് ചെയ്തിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഒരു ബോർഡർ നമുക്ക് അതിൻ്റെ എഡ്ജസിൽ കൊടുക്കാം. ഇനി ഈ കുക്ക് ചെയ്തിട്ടുള്ള വെർമിസെല്ലി ഇതിൽ ആഡ് ചെയ്യാം. ഓവറായിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ ക്രീം ആഡ് ചെയ്യാം. ഇതൊന്ന് സീലായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത പീസ് കേക്ക് ഇതിന് മുകളിൽ വെച്ചു. ഇനി നമുക്ക് ഇതിനെ ക്രം കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ച് ബട്ടർ ക്രീം ഇട്ടിട്ട് നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മളിനി ഫോണ്ടൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ തിന്നായിട്ടുള്ളൊരു ലെയറേ നമുക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബട്ടർ ക്രീം ഒന്ന് ഹാർഡാവുന്നത് വരെ നമുക്കിതൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യാം. ഒരു 20 to 30 minutes മതിയാവും. നമ്മുടെ കേക്ക് കവർ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ കളർ ഫോണ്ടൻ്റ് ആണ് നമുക്ക് ആവശ്യം. ഇതൊരു ചോക്ലേറ്റ് ഫ്ലേവേർഡ് ഫോണ്ടൻ്റ് ആണ്. ഇത് ഏകദേശം 350 grams അഥവാ 12 ounceോളം ഉണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ ഒരു സിലിക്കോൺ മാറ്റും ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റോളിംഗ് പിന്നുമാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പം പരത്തി ആവശ്യത്തിനുള്ള വലുപ്പമായിട്ടുണ്ട്. നമുക്കിതിനി കേക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ ഈ റോളിംഗ് പിന്ന് യൂസ് ചെയ്തിട്ട് കേക്കിന് മുകളിലായിട്ട് ഇങ്ങനെ വയ്ക്കുകയാണ്. വളരെ ജെൻറ്റിലായിട്ട് പക്ഷേ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു പണിയാണിത്. എല്ലാ സൈഡും ഈ കേക്കിലേക്ക് നമുക്ക് ഒതുക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാ സൈഡും കവറായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. അതിനായിട്ട് ഞാനിതുപോലെ ഒരു പിസ്സ കട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് കട്ട് ചെയ്യുന്നതിന് പകരം കുറച്ചൊരു പീസ് ഇവിടെ ബാക്കി വെച്ചിട്ട് ഞാനിപ്പോൾ അതിൻ്റെ താഴെയുള്ള ബേസിന് കണക്കായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വിധത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഫോണ്ടൻ്റ് ഈ കേക്കിലേക്ക് ശരിക്കായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. ഇനി നമ്മൾ ഈ കേക്കിന് ഒരു ബീറ്റൻ
വെസൽ ലുക്ക് വരാനായിട്ട് ഇതുപോലെ ബോൾ ടിപ്പുള്ള ഒരു ഫോണ്ടൻ ടൂൾ യൂസ് ചെയ്ത് കേക്കിന് മുന്നിൽ ചെറുതായിട്ട് കുത്തുകയാണ്. അപ്പം അതിൽ കുഞ്ഞി കുഞ്ഞി ബീറ്റൻ ഹോൾസ് വരും. അപ്പോൾ അത് നമുക്ക് ചെയ്ത് തുടങ്ങാം. അങ്ങനെ ത്രൂ ഔട്ട് ദ കേക്ക് നമ്മൾ ഈ ഹോൾസ് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കോപ്പർ അല്ലെങ്കിൽ ഒരു ബ്രോൺസ് ലുക്ക് വരാനായിട്ട് കുറച്ച് പെയിൻറ്റ് ചെയ്യാം. ഈ ഒരു കളറാണ് ഞാൻ ഈ വെസലിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതിലൊന്നും മിക്സ് ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് ഈ ഡസ്റ്റ് ഇതിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേക്ക് ഫുൾ ബ്രോൺസ് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. ഇനി ഞാനിത് ഫ്ലിപ്പ് ചെയ്യാൻ പോവാണ്. നമ്മുടെ പാത്രത്തിൻ്റെ ഈ എഡ്ജ് ഉണ്ടാവാനാണ് നമ്മൾ നേരത്തെ തന്നെ കുറച്ച് പീസ് ഫോണ്ടൻറ്റിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത്. ഇതിങ്ങനെ നോക്കിക്കഴിയുമ്പം നമുക്കിതിൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിസേഴ്സ് വെച്ച് കറക്റ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ വളരെ കെയർഫുള്ളായി കട്ട് ചെയ്യണം, കാരണം കൂടുതലായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ നിർത്തിയില്ല. ഇതൊരു ഏകദേശം കറക്റ്റ് ഷേപ്പായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ എഡ്ജിൽ നമ്മൾ നോർമലി കാണുന്ന ഇതുപോലത്തെ കോപ്പർ പാത്രങ്ങളിൽ എഡ്ജ് എപ്പോഴും സ്റ്റീൽ കളറായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്രേ ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എഡ്ജിൽ മാത്രം, ഉൾഭാഗത്ത് ഉള്ള എഡ്ജിൽ മാത്രം നമുക്ക് ഈ ഗ്രേ ഫോണ്ടൻ്റ് പരത്തി കട്ട് ചെയ്ത് വയ്ക്കാം. ഇതുപോലെയുള്ള ലോങ് പീസസ് ആക്കിയിട്ട് നമുക്കതിനെ പരത്താം. ഒരുപാട് തിക്കായ ഇത് ഒടിഞ്ഞു പോവും. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു തിന്നായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. ഇങ്ങനെ ഒരു തിൻ പീസ് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ പാത്രത്തിൻ്റെ മുകൾ ഭാഗം ഫുൾ ഗ്രേ കളർ വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് കുറച്ച് സിൽവർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. നമ്മൾ അങ്ങനെ പാത്രത്തിൻ്റെ അകമൊക്കെ സിൽവർ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫൈനൽ ടച്ചായിട്ട് ഇതുപോലെ എക്സ്ട്രാ ആയി നിൽക്കുന്ന ബ്രൗൺ കളേഴ്സൊക്കെ വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ പായസം കേക്കിൽ, ഈ പായസം ബോളിൽ പായസം ഫില്ല് ചെയ്യാം. അതിനായിട്ട് ആദ്യം കുറച്ച് ബട്ടർ ക്രീം ഇതിന് മുകളിൽ തേക്കാം. ഇനി നേരത്തെ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്തിരുന്ന വെർമിസെല്ലിയുടെ ബാക്കി ഇതിൽ ആഡ് ചെയ്യാം. കുറച്ചുകൂടി സ്പ്രെഡ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. കുറച്ച് വെർമിസെല്ലിയും ബാക്കി ബട്ടർ ക്രീമും വെച്ച് നമ്മുടെ പാത്രത്തിൽ പായസം ഫില്ല് ചെയ്തിട്ട് ഇനി നമുക്ക് കുറച്ച് കാഷ്യൂസും റൈസിൻസും വെച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ ഓണം സ്പെഷ്യൽ പായസം കേക്ക് ഈ ബ്രോൺസ് പാത്രത്തിൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പിയും ഡിസൈനും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. US വീക്ക്ലി റൗണ്ട് അപ്പ് പവേർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി asianetUSnews@gmail.com എന്ന ഇമെയിലിലൂടെയോ 7324299529 എന്ന വാട്സപ്പ് നമ്പറിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വൈവിധ്യമാർന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.
Criffe's Law Firm, Chicago. Trusted name for work injuries and personal injury cases, wrongful death cases and much more. Ensuring aggressive financial results. Attorney Stephen Criffes. Serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Criffes Law Firm Limited. www.criffeslaw.com.